ഹായ് ഫ്രണ്ട്സ്, ഐ എം മജീഷ്യൻ അക്ഷയ് ഗോവൻ. ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി ഇന്നത്തെ പരിപാടിക്ക് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയാണ്. ബാക്കിൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം സെറ്റ് വെച്ചിരുന്നു. അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് എൻ്റെ ഷോ ഡയറക്ടറും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുമായിട്ടുള്ള അരുൺ രാജിന് തോന്നിയ ചെറിയൊരു കൗതുകമാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടിയാണ് ഒരു മാജിക്ക് എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ കൂട്ടുകാർക്കും വേണ്ടി പങ്കുവെക്കണമെന്നുള്ളത്. അപ്പം എൻ്റെ ഒരുപാട് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ മുന്നിലൊരു ജാലവിദ്യ അവതരിപ്പിക്കുകയാണ്. ജാലവിദ്യ അവതരിപ്പിക്കുന്നത് മാത്രമല്ല, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കണമെന്നും അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പ്രയോജനം തോന്നുന്നൊരു വീഡിയോ ആവണമെന്നുണ്ട്. അതുകൊണ്ട് ഒരു മാജിക്ക് കാണിക്കുക, അതിൻ്റെ രഹസ്യം റിവീൽ ചെയ്യുകയാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സുന്ദരമായൊരു മാജിക്കും ഒരു മികച്ച സയൻസ് എക്സ്പെരിമെൻ്റ് കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ ഒരു സാധാരണ ഗ്ലാസ് ഉണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. ഒരു വൈൻ ഗ്ലാസ്സാണ്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു സാധാരണ ഒരു പേപ്പർ കൂടിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ ഒരു അല്പം മിറിണ്ടയാണ്. ആ മിറിണ്ട ഈ ഗ്ലാസ്സിനുള്ളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് ശേഷം ചെയ്യുന്ന കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതായത് മാജിക് എന്ന് പറയുന്നത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും മികച്ച ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അവതരിപ്പിക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ പേപ്പറിനെ ഇതേപോലെ എടുത്തതിന് ശേഷം എല്ലാവരും കാണത്തക്ക രീതിയിൽ തന്നെ അതിൻ്റെ ഭാഗം, അതിൻ്റെ മേൽമൂടി, അതായത് അതിൻ്റെ വെള്ളം ഒഴിച്ചിരിക്കുന്ന അതിൻ്റെ ഭാഗം ഇതേപോലെ പേപ്പർ കൊണ്ട് മറച്ച് വെക്കുക. മറച്ച് പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ സൂക്ഷ്മതയോടുകൂടി ഇതേപോലെ ഒന്ന് ചരിക്കുക. ചരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധിക്കും വെള്ളം പുറത്തേക്ക് പോകുന്നില്ല, അതവിടെ തന്നെ നിൽക്കുന്നതായിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നോക്കിയാൽ മതി. കുഞ്ഞ് ക്ലാസ്സുകളിലെ 5-6 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഇതിൻ്റെ രഹസ്യം എന്താണ്, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സയൻസ് എന്താണെന്ന് കുട്ടികൾക്ക് പഠിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും ചെയ്ത് നോക്കാനും ഒപ്പം സയൻസിനോട് താല്പര്യം കൂട്ടിയെടുക്കാനും സാധിക്കുന്ന ഒരു മാജിക്കാണിത്. ഒരു സയൻസ് എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇത് എത്ര നേരം വേണമെങ്കിലും ഇത് വെക്കാമെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും കാണും. പക്ഷേ അത് ഒരുപാട് നേരം വെക്കാൻ കഴിയില്ല. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേശ്ശെയായിട്ട് പേപ്പർ കുതിരുകയും വെള്ളം പുറത്തേക്ക് പോകും. അതായത് വെള്ളം നിറഞ്ഞതിനുള്ളിൽ നിറച്ചിരിക്കുന്ന മിറിൻ്റെ പുറത്തേക്ക് പോവുകയും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം നേരം പേപ്പർ വെച്ചിരിക്കരുത്. പേപ്പർ കുതിരും മിറിൻ്റെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ മാജിക്ക് പൊളിഞ്ഞു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം നല്ല ചീമുട്ടകൾ ചിലപ്പോൾ കിട്ടുക, അല്ലെങ്കിൽ കൂടിയൊക്കെ കിട്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷ്മതയോടെ കൂടി ചെയ്യുക. അപ്പം എല്ലാ കൂട്ടുകാർക്കും മാജിക് പഠിക്കാൻ കഴിഞ്ഞു, അതിൻ്റെ രഹസ്യം, അതിൻ്റെ സയൻസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എല്ലാ ജാലവിദ്യകൾക്കും ഒരു ക്ലൈമാക്സ് ആവശ്യമാണ്. ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്ന ഇപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ സയൻസ് മാജിക്കിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് കഴിഞ്ഞ് പാസ് ചെയ്യുകയാണ്. ഫോക്കസ് 1, Ready 2, Ready 3 എന്നതിന് ശേഷം എല്ലാവരും കാണുക. ഈ പേപ്പറിൽ നിന്ന് കയ്യിലേപ്പോൾ തന്നെ എടുക്കുക. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഇതല്ല ക്ലൈമാക്സ്. ഈ പേപ്പറിനെ ഇതേപോലെ എടുത്തു മാറ്റാം. ഇതേപോലെ എടുത്തു മാറ്റാം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ മാജിക് സംഭവിക്കും, ക്ലൈമാക്സ് സാധ്യമാകും, കയ്യിൽ നേടാം. അപ്പം മാജിക് ആസ്വദിച്ചു കൊണ്ടുവന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി.